തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 42 വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ബസ്സിലുണ്ടായിരുന്നത്. അവർ പഠനയാത്രാ സംഘമായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിങ്ങൾ ഈ ന്യൂസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് ഈ ബസ്സിലുണ്ടായിരുന്ന 41 പേര് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ അതിലൊരു പയ്യൻ മാത്രം, അവൻ്റെ പേര് ക്രിസ്റ്റോപോൾ എന്നാണ്, അവൻ്റെ നാട്ടുകാരനാണ്. അവൻ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ ബോഡിയിൽ അയൺ റോഡ് കുത്തി ഇറങ്ങിയിട്ട് കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവനിപ്പം വെൻറ്റിലേറ്ററുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് സഹായിക്കുക എന്നുള്ളതാണ്. അവൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ക്യാഷിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു 4-5 മാസം മുന്നേ ഞാൻ ഇതേ അവസ്ഥയിലൂടെ കടന്നു വരാൻ ആളാണ്. അപ്പോൾ നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂനിമിച്ച് ഇടവക ഇതിന് വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജേസൺ അച്ഛനും, പിന്നെ ട്രഷറർ എന്ന് പറയുന്നത് അവിടുത്തെ വാർഡ് മെമ്പറായ അനീഷ് ചേട്ടനും, സെക്രട്ടറി എന്ന് പറയുന്നത് അവിടെ തന്നെ വേറൊരു വാർഡത്തെ മെമ്പറായ വിനി ചേട്ടനാണ്. ഈ 3 പേര് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു എമൗണ്ട് അവനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് ചിലപ്പോൾ ജീവിതത്തിലൂടെ തിരിച്ചു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും, ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും UPI വഴി നമുക്കിപ്പോൾ ക്യാഷ് ഇന്ത്യയിലോട്ട് അയക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു എമൗണ്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഫാമിലിയുള്ള മറ്റാർക്ക് അയച്ചു കൊടുത്തിട്ടും അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അവൻ്റെ വീട്ടുകാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും.